ഇവിടുത്തെ വേറൊരു മെയിൻ കാര്യം പറയാനുള്ളത് എന്നെ പറ്റിയ വേറെ ആരും പറ്റിയല്ല. കാര്യം ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടാ കാണിക്കണം. പേടിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാടൊക്കെ ഇങ്ങനെ തരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യം ഇട്ടത് ഫുൾ ലെങ്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ 3 പെറ്റ്സിനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോവുകയാണ്. വാക്സിൻ 1 ഇയർ ആണ്, കഴിഞ്ഞ വർഷമാണ് നമ്മൾ എടുത്തത്. സോ ആ ടൈം പീരീഡ് ആയിട്ട് 3 നേരം കൊണ്ട് നമ്മൾ അവരുടെ ഫേവറേറ്റ് പ്ലേസ്, അതുപോലെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ്, ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ആണ് അവിടെ. കാര്യം ഒരു ഹോസ്പിറ്റലിലെ ഫീൽ അല്ല നമുക്ക് അവിടെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫേവറേറ്റ് ആണ്. ഇവർക്കും പോയി നല്ലപോലെ അറിയാം. അതുകൊണ്ട് അവിടെ പോയാൽ ഇവർ ഭയങ്കര സൈലന്റ് ആണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല. അവിടെ പോകുന്നില്ല നമ്മള്. ഭാഗ്യം. സംഭവം ഇവിടെ വെളിയിൽ അറിയാമല്ലോ, കുന്നം പൂച്ചയൊക്കെ കാണും. അപ്പോൾ അതിന്റെ കൂടെ പുറത്തുള്ള പൂച്ചയായിട്ട് അടിയാണ്. കൂടുതലും കേശുവാണ് അടി ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ മുറിവൊക്കെ കിട്ടുന്നത്. പിന്നെ ഇപ്പം അവനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന പിന്നെ അവൻ അധികം പുറത്തൊന്നും വിടാത്തത് കൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ഏകദേശം ഞാൻ കഴിഞ്ഞ ഡിസംബറൊക്കെ ആയിട്ട് ടൈമിലാണ് ഹോസ്പിറ്റലിൽ പോയത് ഇവരൊക്കെ ഉണ്ട്. അതിനുശേഷം പോകേണ്ടി വന്നില്ല ഭാഗ്യത്തിന്. അപ്പോൾ സത്യമില്ലാതെ 3 പേരെയും നമ്മൾ ഷോർട്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. മീൻസ് അങ്ങനെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവരെ 3 പേരെയും എടുത്ത് കാണിക്കുക. അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ കേശു, കല്ലു, അമ്മു ആയിരുന്നൊക്കെ. അപ്പോൾ അവർ 3 പേരെയും കൊണ്ട് ഒരുമിച്ചാണ് പോകുന്നത്. ഒരുമിച്ചാണ് അവർക്ക് വാക്സിനേഷൻ എടുത്തത്. 3 പേരും ഒരുമിച്ച് തന്നെയാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുക്കും. പിന്നെ നല്ല ഒരു പെറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, ആംബിയൻസ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അതുപോലെ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ആയാലും ഡോക്ടേഴ്സ് ആയാലും. നമുക്ക് നല്ല അത്രയും പീക്കായിട്ട് നമ്മളെ എന്താ പറയുക, നമുക്ക് എന്ത് വന്നാലും നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട് തോന്നും. അത്ര നല്ല രീതിയിലുള്ളൊരു ഹോസ്പിറ്റാലിറ്റിയാണ്. അവരിങ്ങോട്ടുള്ള ബിഹേവിയർ ആയാലും നമ്മളൊരു കാര്യം ചോദിക്കാനുള്ള റെസ്പോൺസ് ആയാലും. അവിടെ ഞാൻ അമൽ ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അമൽ ഡോക്ടറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കാണിച്ചു തരാം. ഇവരെങ്ങനെയാണ് കുത്തിവയ്ക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇവരെ കൊണ്ടുപോകേണ്ട ക്ലീൻ ചെയ്യണം. കുറേ നാളായിട്ട് ബാസ്ക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ 2 പേര്, 2 കല്ലുവിനെയും കേശുവിനെയും ഒരു ബാസ്ക്കറ്റിലും അമ്മുവിനെ ഒരു ബാസ്ക്കറ്റിലാണ് കൊണ്ടുപോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ 3 പേരും കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. മാത്രമല്ല അമ്മുവിനെ കല്ലുവിൻ്റെ കൂടെ ഇടാനും പറ്റത്തില്ല. കാര്യം അമ്മു നമ്മളിവിടുത്തെ ഈ വീട്ടിൽ വന്ന സമയത്ത് ഇവിടെ പുറത്ത് ഉണ്ടായിരുന്ന പൂച്ചയായിരുന്നു. അപ്പോൾ നമ്മുടെ കേശു എന്ത് ചെയ്തു, അവൻ മെയിലാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ് അവർ തമ്മിൽ, ഭയങ്കര ലവാണ്. ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ കല്ലും എന്താ പറയാൻ, കേശുവും കുഞ്ഞിലേ തൊട്ടേ ഒരുമിച്ച് വളർന്നതാണ്. പക്ഷെ അവർ തമ്മിലില്ലാത്ത ബോണ്ടിങ് സ്നേഹമാണ് കേശു അമ്മുവായിട്ട്. അമ്മു കേശു അമ്മുവിനെ വിളിച്ചോണ്ട് വന്നതാണ്. ഭയങ്കര സ്നേഹമാണത്. ഇപ്പം പക്ഷെ കല്ലും അമ്മുവും തമ്മിൽ സെറ്റാകത്തില്ല, ഭയങ്കര അടിയാണ് എപ്പോഴും. പക്ഷെ എന്നാലും ആദ്യം ഇവിടെ അമ്മു ഇപ്പോൾ വന്നിട്ട്, അമ്മു ഇപ്പം നമ്മളിവിടുത്തെ വീട്ടിൽ വന്നിട്ട് 3 വർഷം വരെ ആവുന്നു. അമ്മു ഏകദേശം 2 വർഷം വരെ ഇവിടെ വന്നിട്ട്. അപ്പോൾ ആദ്യമൊക്കെ കല്ലുമായിട്ട് ഭയങ്കര അടിയായിരുന്നു. ഒട്ടുമേ അടുപ്പിക്കത്തില്ല, വീട്ടിൽ കയറ്റാൻ സമ്മതിക്കത്തില്ലായിരുന്നു കല്ലു. എന്നാലും കേശു നൈസനൊക്കെ വെളിയിൽ പോയി അവളിങ്ങനെ വീട്ടിനകത്ത് കയറി വന്ന് അങ്ങനെ സെറ്റായി. എനിക്കൊരു ഇതുണ്ടായിരുന്നു, അമ്മു വീട്ടിനകത്ത് കയറി തുടങ്ങിയപ്പോൾ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്ത് കയറ്റും. കാരണം കല്ല് ഒട്ടും അടുപ്പിക്കില്ല, ഭയങ്കര അടിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നഖമൊക്കെ കൊള്ളും, മുറിയും പ്രശ്നമാവും. പിന്നെ പക്ഷേ ഒരു ടൈം ആയപ്പോഴത്തേക്ക് മനസ്സിലായി, കല്ലുവിന് തന്നെ മനസ്സിലായോ ഇനി ഇവളെ അടിച്ചിറക്കി കളയാൻ പറ്റില്ല, ഇവിടെ നിർത്തിയേ പറ്റൂ എന്ന് വിചാരിച്ച് മനസ്സിലായപ്പോൾ അവരങ്ങ് അഡ്ജസ്റ്റ് ആയിപ്പോയി. എന്നാലും കണ്ടാൽ ചെറുതായിട്ടൊരു കൊമ്പ് അടി കോർക്കണ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് ബാസ്ക്കറ്റിൽ അമ്മുവിനെ സെപ്പറേറ്റ് ആക്കി കൊണ്ടുപോകും. അമ്മു ഭയങ്കര ബഹളമായിരിക്കും കൊണ്ടുപോകണ വഴിക്ക്, അതും കാണിച്ചു തരാം. കാര്യം അധികം ഹോസ്പിറ്റലിൽ പോയി അമ്മുവിന് ശീലമില്ല ഇവരെ പോലെ. അതുകൊണ്ട് കാറിൽ പോയാലും നമ്മളിപ്പോൾ 2 വീലറിൽ കൊണ്ടുപോയാലും ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും, വിളിച്ചു വിളിക്കും. അവിടെ ചെന്നാലും അധികം അടങ്ങിയിരിക്കത്തില്ല, മറ്റൊരു 2 അടങ്ങിയിരിക്കും. അപ്പം അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടായിരുന്നു. ഇവിടുത്തെ വേറൊരു മെയിൻ കാര്യം പറയാനുള്ളത് എന്നെ പറ്റിയ വേറെ ആരും പറ്റിയല്ല. കാര്യം ഒരുപാട് നമ്മൾ ഷോർട്സ് വീഡിയോസ് എടുത്തായിരുന്നു. അപ്പോൾ ആ വീഡിയോസിലെല്ലാം പെറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്ത 2 വീഡിയോസ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് എന്നല്ല, അവർക്ക് തോന്നിയ അഭിപ്രായമാണ് ഇട്ടത്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ വിചാരിക്കും. പക്ഷെ നമ്മളത് ഐഡിയയിൽ കുറേ പേര് അതിനെ ഇത് ഇഷ്ടം തന്നെ. പിന്നെ കുറേ പേര് പറഞ്ഞു എൻ്റെ ഹസ് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യാം. അതായത്
ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഇപ്പം പെറ്റ്സ് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, അപ്പം നമുക്ക് ട്രാവൽ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള നമ്മൾ സ്നേഹിക്കുന്ന എന്ത് സാധനത്തിനെയും സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണർ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലൈഫ് ഈസി ആയിരിക്കും, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലായിരിക്കും. പക്ഷെ അത് ഓപ്പോസിറ്റായിട്ട് നടക്കുമ്പോൾ, അത് എക്സാമ്പിൾ പെറ്റ്സിൻ്റെ കാര്യം ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. പെറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ച പോലത്തെ സംഭവങ്ങൾ നടക്കും എന്നുള്ളത് കൺവേ ചെയ്യാൻ വേണ്ടി അങ്ങനെ കണ്ടന്റാക്കി ചെയ്തതാണ്. അതിൽ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസിൽ കാണിക്കുന്നേ ഉള്ളൂ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ. അത് കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ്. അല്ലാതെ ആൾക്ക് ഭയങ്കര സ്നേഹമാണ്, കാര്യമാണ്. ഞാൻ ഇല്ലാത്തപ്പോ നോക്കും, എല്ലാ കാര്യവും ചെയ്യും. ഞാനൊരു പെറ്റ് ലവർ തന്നെയാണ്. അതെ, എനിക്കങ്ങനെ ഇഷ്ടക്കേട് വിനോദമൊന്നും ഇല്ല. അപ്പൊ അത് ഇതിൽ പറയാന്ന് കരുതി അങ്ങനെ. പിന്നെ ഞാൻ കമന്റ്സ് ഇട്ടവർക്കൊക്കെ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും, അയ്യോ അതിൽ അങ്ങനെ നെഗറ്റീവ് ആക്കി കണ്ടോ, അത് കണ്ടന്റ് അങ്ങനെ എടുക്കാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേ നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തെങ്കിലും ഞാനിങ്ങനെ അതിനോട് ചോദിച്ചു, അതിലെ നെഗറ്റീവ് ആയി കാണും ആൾക്കാർ. അപ്പോൾ അതിൽ പറഞ്ഞില്ല, കണ്ടന്റിന് വേണ്ടിയല്ലേ, അത് ഇങ്ങനെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. ഇൻ കേസ് കമൻസ് വന്നാലും നമുക്ക് പറയാമല്ലോ എന്നാണ്. അങ്ങനെ കമൻസ് ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഞാനത് റിപ്ലൈ കൊടുത്തായിരുന്നു. ഇങ്ങനെയാണ് കാര്യം, അല്ലാതെ ആൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഈ വീഡിയോ ചെയ്യുന്ന കൂടുതൽ അതും കൂടെ പറയാമെന്ന് കരുതി. പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഹസ്ബൻഡ് എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിൻ്റെ കേസല്ല, അല്ലാതെ ഒരുപാട് ഇഷ്ടമല്ലാത്ത ആൾക്കാർ പെറ്റ്സിനെ കാണുന്നവർ എന്നോട് ബിഹേവ് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ റിയാക്ഷൻ, അതൊക്കെ ഈ ഒരു തരത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പേഴ്സണലി ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ പെറ്റ്സ് ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ഇഷ്ടം ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സംഭവത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം മാത്രമല്ല, അല്ലാതെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അതിലും അറിയാം, പേഴ്സണലി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത് അതിലും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം കൂടെ എടുത്തിട്ടാണ് ആ ഒരു കണ്ടന്റാക്കി ചെയ്തത്. അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യും വീഡിയോയിൽ. ബാക്കി ഇനി നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇവരെയൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക, കൊണ്ടുപോവുക, ഇഞ്ചക്ഷൻ വെക്കുക. അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ടും വേണം. നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സന്തോഷമുണ്ട്. സോ അതുകൊണ്ട് അതെ, ഇടയ്ക്ക് കേശുനൊക്കെ ഇട്ട വീഡിയോ 1 lakh ഒക്കെ ആയി, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത്യാവശ്യം അതെ, ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളത്. അത് നിമിഷ നേരം കൊണ്ടാണ് അത് കയറിയത്. സത്യത്തില് കുറച്ച് ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവർ അത് കാണണം. ഇത്രയും നാളെ നിങ്ങളെ സപ്പോർട്ട് തന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സപ്പോർട്ട്. അപ്പം ഇനി ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് വരും. നല്ല രീതിയിലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട്. അപ്പോൾ ഇനി ബാക്കി ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ബായോ. ഇതാണ് നമ്മുടെ കല്യാണിയാണ് നമ്മൾ ഷോർട്ടാക്കി കല്ലു എന്ന് വിളിക്കുന്നത് കേട്ടാ. ഇതാണ് കേശു, ഇതിനാണ് നമ്മുടെ താരം. ഈ കേശു കല്ലു എന്നൊക്കെ പേരിട്ടത് എൻ്റെ അമ്മയാണ് കേട്ടോ. അത് അമ്മ പെട്ടെന്ന് അങ്ങനെ പേരൊക്കെ എങ്ങനെയോ ഇട്ട്, അങ്ങനെ കൂടുതൽ ഡിസ്കഷനോ ഒന്നും ഉണ്ടായില്ല പേരിടുന്ന കാര്യത്തിൽ. ഇതാണ് നമ്മുടെ അമ്മു, കാണിക്കണം. A few moments later. അതിനകത്ത് ഒരാൾ വിളിച്ചു തുടങ്ങി, കാണാൻ പറ്റില്ല. അമ്മുവാണ് വിളിക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും വണ്ടിക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, കണ്ട എല്ലാം പേടിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. വാ, ഇറങ്ങി വാ, നോക്കിയേ. അപ്പോൾ നമ്മൾ ഗേറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടർക്ക് വേറെ പറ്റുമെന്ന് നോക്കാനായിട്ട്. അപ്പോൾ ARM എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 3-4 വർഷം കൊണ്ട് വരുന്നുണ്ട്. ജഗതിയിലാണ് ARM ഹോസ്പിറ്റലുള്ളത്. വാക്സിൻ എടുക്കാൻ ടൈമിൽ ഞാൻ ഡോക്ടറിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, കാണിച്ചു തരാം. ഇവരങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നും ഇഞ്ചക്ഷൻ വെക്കാൻ മിണ്ടാതെയൊക്കെ ഇരിക്കും. വണ്ടി ഇരുന്നൊരു ബഹളമായിരുന്നു, അമ്മു മാത്രം ഇപ്പോൾ സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ നോക്ക് കണ്ടുകൂടാ, കല്ലുമ്പോൾ നോക്ക്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് കേശുവിൻ്റെ കാര്യം റിലേറ്റ് ചെയ്താണ് ARM-ആയിട്ടും
ഡോക്ടറുമായിട്ടൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക അത്രയും ഒരു ബോണ്ടിങ് ഉണ്ടായത്. കാര്യം എന്ന് വെച്ചാൽ കേശുവിന് എനിക്ക് ഒരു ആ പോയിന്റിൽ ഭയങ്കരമായിട്ട് അവന് വയ്യാതൊക്കെ ആയിട്ട് അത് കുറേ സ്റ്റോറി ഉണ്ട് പറയാൻ, ആ സൗകര്യം പോലെ സമയം പോലെ ഞാൻ പറയാം. അപ്പോൾ ആ ഒരു പോയിന്റിൽ എന്നെ ഇവിടുത്തെ ഡോക്ടർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവനെങ്ങനെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊടുക്കണം എന്നൊക്കെ ഗൈഡ് ചെയ്യാനും അതുപോലെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു ഡോക്ടർ. നമുക്ക് എന്ത് ഡൗട്ട് എപ്പോൾ ചോദിച്ചാലും ഡോക്ടർ ഒരു മടിയും കൂടാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, പറഞ്ഞു തരും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അങ്ങനെ കേശുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് നമ്മൾക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. കാരണം ആ പെറ്റ്സ് ഉള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും, അല്ലാത്തവർക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്ത് ഭയങ്കര ഒരു ഇതുണ്ട് ഈ ഏറമുമായിട്ട്. അവനെനിക്ക് തിരിച്ച് കിട്ടിയത് ഇവിടെ നിന്നാണ്. കാരണം അറ്റം ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക്, ഒരു 1 ഇയർ വരെ ആവുന്നു ഇപ്പോൾ അത്. അപ്പം അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ വരുന്നത്. ഇപ്പം തുറക്കണ്ടല്ലേ, പുറത്തു പോകില്ലേ? പേടിച്ചിരിക്കുകയാണ് കല്ലു, നോക്ക്. മൂക്കുണ്ടോ? ചിന്ന 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 കല്ലുവിന് പേടി അല്ലേ? കറക്റ്റ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ട്. കേശുവിന് നല്ലപോലെ അറിയാവുന്ന സ്ഥലമാണ്, അത് ഓർമ്മ കാണും. കാര്യം ഒരുപാട് വരെയും സ്റ്റഡി ചെയ്ത സ്ഥലമാണ് ഇവിടെ. ഒരാളെ ഇതുവരെ എടുത്തിട്ടില്ല, ബാക്കി 2 പേരെ എടുത്തിട്ടുണ്ട്. ഒരാൾ ഒളിച്ചിരിക്കുന്നു, ഒരാളിത് അവിടെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുന്നു. പേടിച്ചിരിക്കുക. കേശു വിളിച്ചു. ആ ഫീമെയിൽ ശരി. ഇല്ല, പേടിച്ചിട്ടാണത്. നല്ല തല പോലും നോക്കൂല. സാധാരണ വാക്സിൻ പൂച്ചകൾക്ക് 2 വാക്സിൻ എടുക്കാനുള്ളത്. ഒന്ന് പേവിഷബാധക, റാബിസ്, പിന്നെ ഒന്ന് മൾട്ടി കമ്പോണന്റ്. കുഞ്ഞായിരിക്കും ഇതിൽ 2 ബൂസ്റ്റർ എടുക്കാം. അതിനുശേഷം വർഷത്തിൽ ആനുവൽ വാക്സിൻ എന്ന രീതിയിൽ ഓരോ ഷോട്ട് എല്ലാ വർഷവും കറക്റ്റായിട്ട് എടുക്കും. വാക്സിനൊക്കെ നമ്മൾ എത്ര മന്ത്സ് മീൻസ് എത്ര ജനിച്ച് എത്ര ദിവസം കഴിയുമ്പോഴാണ് അത്? 45 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മൾട്ടി കമ്പോണന്റ് വാക്സിൻ എടുക്കാം. പിന്നെ 3 മാസം പ്രായമാകുമ്പോൾ റാബിസിന്റെ വാക്സിൻ. പിന്നെ ഡീവോമിങ് പ്രോപ്പറായിട്ട് ചെയ്യുക. ഈ പറയുന്ന പോലെ ഒരു 3 മാസം വരെ ഒരു 15 ദിവസത്തിലൊരിക്കൽ ചെയ്യണം. പിന്നെ 3 മാസം തൊട്ട് 6 മാസം വരെ മാസത്തിലൊരിക്കൽ. പിന്നെ അതിനുശേഷം ഒരു 3 മാസത്തിലിടയ്ക്കൊക്കെ ഡീവോമിങ് ചെയ്യുന്നത് നല്ലതാണ്. അത് പ്രശ്നമില്ല. വാക്സിൻ എടുക്കുമ്പോൾ കോളർ വേണോ? ഇല്ല, അങ്ങനെ പ്രശ്നമില്ല. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിരുന്നു. കുറെ നാളായി ഈ ഹോസ്പിറ്റലിൽ കണ്ടിട്ട് മുന്നേ ഇവിടെ വിളിക്കാം. ഹലോ, ഇവിടെ എന്താ നടക്കുന്നേ? ഒന്നുമില്ലടാ കുട്ടാ, ഒരു കുഞ്ഞ് ഇഞ്ചക്ഷൻ വെക്കുവാ. ഇഞ്ചി വിട്ടായോ? അയ്യോ, ഡോക്ടർ ഹോസ്പിറ്റലിന്റെ ഓണർ കൂടിയാണ്. 3 പേരുണ്ട്. അമൽ ഡോക്ടർ, രാഹുൽ ഡോക്ടർ, മണിയണ്ണ ഡോക്ടർ. അപ്പോൾ ഡോക്ടറാണ് കൂടുതൽ എനിക്ക് പരിചയമുള്ള, ഇവരെ കൂടുതൽ നോക്കിയിട്ടുള്ള ഡോക്ടറാണ്. അപ്പം ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെയധികം
നല്ല നമുക്കൊരു കംഫർട്ട് ഫീലാണ്. എപ്പോൾ നമുക്ക് പെറ്റ്സിനെ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഡോക്ടർ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെയാണ് പ്രിഫർ ചെയ്യാറുള്ളത് ഇവരെ കൊണ്ടുവരുമ്പോൾ. ലാസ്റ്റ് 4 5 എന്തോ ആയിരുന്നു. അല്ല ആ ബുക്കിൽ എഴുതിയില്ലായിരുന്നു. പാവം എനിക്കതാണ്. കേശു പാവം ഇഞ്ചക്ഷൻ എടുത്ത് പേടിച്ചിരിക്കുക. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എനിക്കൊന്ന് കഴിഞ്ഞ ഡിസംബറിൽ സർജറിക്ക് ആ ടൈമിൽ വന്നതല്ല എവനെ കൊണ്ട്. അതിനുശേഷം വന്നില്ല ഭാഗ്യത്തിന്. സാറേ, വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടിട്ടുണ്ട്, ഡോക്ടറാണ് ഇതൊക്കെ വെച്ച സർജറി ചെയ്തത്. ഇച്ചിരി വേദനയാണ്. കാര്യം ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അധികം വന്നിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ മറ്റേ നാക്കിന്റെ അടിയിൽ പ്രശ്നം വന്നപ്പോഴും ഇപ്പൊക്കെയാണ് വന്നത്. അവർക്ക് ഇഷ്ടംപോലെ അവർക്ക് എന്തൊരു ഹോസ്പിറ്റലിൽ കയറി പരിചയമുണ്ട്. ഇതിന് അത്ര വലിയ ഇതില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞു ഗൈസ്, നമ്മൾ പോകാം. അങ്ങനെ നമ്മൾ വാക്സിനേഷനൊക്കെ എടുത്തു കഴിഞ്ഞ് തിരിച്ച് പോവാണ്. ഇവിടെ നമുക്ക് കാർഡൊക്കെ ഇങ്ങനെ തരും കേട്ടോ വെച്ചേക്കാനായിട്ട്. ഇത് 3 പേരുടെയും കാർഡുണ്ട്. അടുത്ത വാക്സിനേഷൻ എന്നാന്നുള്ള ഡേറ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിസംബറിൽ 1 ഇയർ കൂടുമ്പോഴാണ് വാക്സിനേഷൻ ഒക്കെ വരുന്നത്. ഡേറ്റ് ഒക്കെ മാർക്ക് ചെയ്ത് തരുന്നത്. നമ്മൾ എടുത്തെന്ന് പറഞ്ഞാൽ എല്ലാ കുറച്ച് കുറേയധികം വൈറസുകൾ കാരണം ഇതിന് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോസും പിന്നെ റാബീസിൻ്റെ അങ്ങനെയാണ് സാധാരണ. എനിക്ക് തോന്നുന്നു ചില ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ മുന്നേ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ റാബീസിൻ്റെ മാത്രം എടുത്തിട്ടുണ്ടായിരുന്ന അന്ന് എനിക്കിതും അറിയത്തില്ലായിരുന്നു. ഈ കമ്പൈൻ വാക്സിൻ ഒരെണ്ണമുണ്ട്. ഇതുപോലെ വൈറസുകൾ കാരണം കുറേ ഡിസീസൊക്കെ വരും. അതൊക്കെ വരാതിരിക്കാനുള്ള ചേർത്താണ് എടുക്കുന്നത്. ഇതാണ് ഇന്നത്തെ വാക്സിനേഷൻ ഡേ. ഇനി ഇവരെ സേഫ് ആയിട്ട് വീട്ടിലോട്ട് ഇറങ്ങണം. അങ്ങനെ വീട്ടിലെത്തി എല്ലാവരെയും ഫ്രീ ആക്കി വിട്ടു, ബോക്സിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു. അപ്പോൾ 2 കൂടെ അടുത്ത് അടിയുണ്ടാക്കാൻ കണക്കാക്കി ഇരിക്കുകയാണ്. കേശു അങ്ങ് റൂമിൽ കയറിപ്പോയി. ഇവരിനി ഒരു അടിയൊക്കെ എന്തായാലും ഉണ്ടാക്കി അമ്മൂന് എന്ന് വരട്ടിയിട്ടേ കല്ലു ഇടത്തുള്ളൂ. അപ്പോൾ ഇവരെന്തായാലും അവരുടെ വഴിക്ക് പോട്ടെ. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം. അതുവരെ ഓക്കെ, ബായ്.